ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വാട്ടർമെലൺ സോർബയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും നമുക്ക് വാട്ടർമെലൺ സോർബ റെഡിയാക്കി എടുക്കാം. ഇതിനായി ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പീസ് തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം കുരു കളഞ്ഞ് എടുക്കണം. ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇത് ഫ്രീസ് ചെയ്ത ശേഷം അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ ഈസി ആയിരിക്കും. ഈ ചൂടത്തൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ എല്ലാ പീസസും ഇതുപോലെ കട്ട് ചെയ്ത് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ടോ അടച്ചു വയ്ക്കാവുന്ന ഒരു ബോക്സിലോട്ടോ ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വയ്ക്കാവുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഫ്രീസറിലോട്ട് വയ്ക്കാം. നന്നായി ഫ്രീസായി കിട്ടണം. ഞാനൊരു ഓവർനൈറ്റ് വയ്ക്കുന്നുണ്ട്. ഇതിനായി നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഞാനൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ റെസിപ്പി ഞാൻ ട്രൈ ചെയ്ത് നോക്കാതെ വിട്ടതായിരുന്നു കേട്ടോ. ഞാൻ ഈ റെസിപ്പി ഇത് കേട്ടപ്പോൾ ഇതെന്താ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ട്രൈ ചെയ്യാതെ വെച്ചതായിരുന്നു. പക്ഷേ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഷെയർ ചെയ്യുന്നത്. വാട്ടർമെലൺ ജ്യൂസ് പോലെയൊന്നുമല്ല, നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഫ്രീസ് ചെയ്ത വാട്ടർമെലൺ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാട്ടർമെലൺ ഇതുപോലെ ഇട്ട് കൊടുക്കരുത്. ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി വേണം ചേർത്ത് കൊടുക്കുക. നമുക്കിങ്ങനെ ക്രഷ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ വലിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്താലും മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. ഇങ്ങനെ ഇട്ട ശേഷം വീണ്ടും തിരിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി ഇട്ടിരുന്നേ. കൈ കൊണ്ടോ ഒരു കത്തി ഉപയോഗിച്ചോ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതിയാകും. തണുപ്പെല്ലാം പോയ ശേഷം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുതേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ജ്യൂസിൻ്റെ പരുവം തന്നെ ആയിപ്പോവും. ഇനി ഇതിലോട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂടെ നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാരയില്ലേ, അതിലൊരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചെടുത്തപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടുതലുള്ള പോലെ ഉണ്ടായിരുന്നു. പൊടിച്ചത് ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ പൾസ് ബട്ടൺ ഉണ്ടല്ലോ, അത് മെല്ലെ തിരിച്ചെടുത്താൽ മതി. കുറേ സമയം എടുത്ത് വെള്ളം ഒഴിച്ചോ ക്രഷ് ചെയ്തെടുക്കരുത്. അപ്പോഴിത് പെട്ടെന്ന് അലിഞ്ഞു പോകും. നമുക്കൊരു ഐസ്ക്രീം കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കണ്ടില്ലേ, നമ്മൾ വാട്ടർമെലൺ സോർബ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ഒരു നുള്ളു ഉപ്പും പഞ്ചസാരയുടെ പൊടിയും ലെമണും ഒക്കെ ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ വാട്ടർമെലണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. ഇപ്പോൾ വാട്ടർമെലൻ്റെ ഒക്കെ സീസൺ അല്ല, അതുകൊണ്ട് ചൂടത്ത് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത്. പുറത്തൊക്കെ പോയി വന്ന ശേഷവും ഇപ്പോൾ വീട്ടിൽ തന്നെ ചൂടാണല്ലോ, വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വാട്ടർമെലൺ സോർബയാണിത്. ഇത് ഐസ്ക്രീം കഴിക്കുന്ന പോലെ ഇതുപോലെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തയ്യാറാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചും കഴിക്കാൻ കേട്ടോ. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്